മോളെ, മോളുടെ സ്വർണ്ണമൊക്കെ ഇങ്ങ് എടുത്തു തന്നേക്ക്. അമ്മ അമ്മയുടെ അലമാരയിൽ വെച്ച് പൂട്ടാം. ഹിമയുടെ സ്വർണ്ണേ അമ്മ അമ്മയുടെ അലമാരയിൽ വെച്ചാ പൂട്ടിയേക്കുന്നത്. പഴയ കാലത്തെ പൂട്ടാ, കള്ളന്മാരൊന്നും പൊളിച്ചോണ്ട് പോകത്തില്ല. മോള് വേഗം ചെന്ന് എടുത്തിട്ട് വാ. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല അമ്മേ. ഇതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ. എന്റെ സ്വർണ്ണമൊക്കെ എന്റെ അലമാര തന്നെ ഇരുന്നോട്ടെ. അതും എന്റെ അച്ഛനും അമ്മയൊക്കെ പണിത് തന്നെ ലോക്കർ തന്നെയാ, നല്ല ഉറപ്പുള്ളതാ. ഒരു കള്ളന്മാരും കൊണ്ടുപോകില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഞാനത് ലോക്കറിൽ കൊണ്ടുപോയി വെക്കും. വിഷ്ണു അത് തന്നെയാ പറഞ്ഞത്. ഞാൻ അധികം ആഭരണങ്ങളൊന്നും ഇടാറില്ല. ഓ, നമ്മുടെ അലമാരയിൽ വെച്ച് പൂട്ടുന്ന പോലെയാണോ ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി വെക്കുന്നത്? അതുമല്ല, ബന്ധുക്കളൊക്കെ വന്നു കഴിയുമ്പോഴേ മോളുടെ ആഭരണങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ അവരോർക്കും മോളുടെ ആഭരണങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ എന്റെ ചെക്കൻ കൊണ്ട് പണയം വെച്ചെന്ന്. ബാങ്ക് ലോക്കറിൽ കൊണ്ടുവയ്ക്കുന്ന കാര്യം ഞാനും വിഷ്ണു നേരത്തെ തീരുമാനിച്ചതമ്മേ. പിന്നെ എന്റെ മോനല്ലേ വിഷ്ണു, അവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അല്ല മോളെ, നീ ഇപ്പോഴും അവനെ പേരാണോ വിളിക്കുന്നത്? നാട്ടുകാർ കേട്ടാ എന്ത് വിചാരിക്കും? അതിനെന്താ അമ്മേ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. അപ്പൊ പേര് വിളിക്കുന്നോണ്ട് എന്താ തെറ്റ്? ഞാനൊരു നാട്ടു നടപ്പ് പറഞ്ഞതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരെ ആരും എടാ പോടാന്നൊന്നും വിളിക്കാറില്ല, ചേട്ടാന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഹിമമോൾ എപ്പോഴും ചുരിദാർ ഇട്ടോണ്ടാ നടക്കാറ്. ഇവിടെ ഷോള് നിർബന്ധമാ. ഇവിടെ അച്ഛനെ കൂടെ കൂട്ടി 4 ആണുങ്ങളുള്ളതല്ലേ. പിന്നെ ഇത് മോളുടെ വീട്ടിൽ നിന്നൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ലായിരിക്കും. ഞാനല്ലേ ഇനി ഇതൊക്കെ പറഞ്ഞു തരാനുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. അതെന്താ അമ്മേ, അത്രയ്ക്ക് മോശക്കാരാണോ ഇവിടെയുള്ള ആണുങ്ങള്? പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ വിഷ്ണുവിനെ പേരാ വിളിക്കുന്നത്. അത് കല്യാണം കഴിഞ്ഞുകൊണ്ട് മാറ്റാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതെങ്ങനെ പെട്ടെന്ന് മാറ്റുക? പിന്നെ നാട്ടുകാരെ ബോധിപ്പിച്ചോണ്ടല്ലോ നമ്മൾ ജീവിക്കുന്നേ. ആ, പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോഴേ അല്ലെങ്കിലും മോൾക്ക് പിടിക്കത്തില്ല. പോകെ പോകെ ഇതൊക്കെ അങ്ങ് ശരിയായിക്കോളും. ഇതേ എല്ലാവരും താഴെ ഭക്ഷണം കഴിക്കാൻ വന്നിരിപ്പുണ്ട്. മോള് താഴത്തോട്ട് വാ, വിഷ്ണുവിനെ ഫുഡ് വിളമ്പി കൊടുക്ക്. ശരി അമ്മേ, ഞാൻ വന്നേക്കാം. എങ്ങനെ ഉണ്ടടി നിന്റെ പുതിയ മരുമോള്? അന്നേ എനിക്ക് മനസ്സിലായതാ, ഹിമയെ പോലെയല്ല ഇവളെന്ന്. ഇവൾക്കേ ഒരു എല്ല് കൂടുതലാ. ആ, വന്ന് കേറിയതല്ലേ ഉള്ളൂ. ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. 2 ദിവസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. ആ, മരുമോളുടെ കയ്യിൽ നിന്ന് നല്ലത് മേടിച്ചു കൂട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. അതേ, നിന്റെ മൂത്ത മരുമോളെ പോലെ മിണ്ടാപ്പൂച്ചിയൊന്നുമല്ല അത്. നല്ലത് കിട്ടാതെ നീ നോക്കിക്കോ. വന്ന് കേറിയല്ലേടി ഉള്ളൂ. ഞാൻ ആരാന്നും ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ എന്താന്നും അവൾക്ക് ഞാൻ വഴിയാതെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പോയ ഇളയ മരുമോളുടെ കയ്യിൽ നിന്ന് കുറെ മേടിച്ച് കൂട്ടും. ദേ വിഷ്ണു, വന്ന് കയറിയപ്പോ തൊട്ട് നിന്റെ അമ്മ കുലശ്രീ ചമ്മല് തുടങ്ങി കേട്ടോ. ഷോൾ ഇടാതെ പുറത്തിറങ്ങാൻ വയ്യ, ഇവിടെ എല്ലാം ആണുങ്ങളുണ്ട്, പിന്നെ എന്റെ സ്വർണ്ണമെല്ലാം അമ്മയ്ക്ക് ഊരി കൊടുക്കണം. അത് മാത്രമല്ല, നിന്നെ ഏട്ടാന്ന് വിളിക്കണമെന്ന്. നിന്റെ നാവിൽ നിന്ന് ഏട്ടാന്നൊരു വിളി കേൾക്കാൻ ഞാനും കൊതിക്കുന്നുണ്ട് കേട്ടോ. ആ, ബെസ്റ്റ്. വിത്ത് ഗുണം 10 ഗുണം എന്നല്ലേ. ഇതിനൊക്കെ ഞാൻ എന്തോന്ന് മറുപടി പറയാൻ? പിന്നെ അമ്മ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്റെ സ്വർണ്ണമെല്ലാം അമ്മയുടെ കയ്യിൽ എടുത്തു കൊടുക്ക്, അമ്മയുടെ അലമാരയിൽ വെച്ച് പൂട്ടാന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അതെന്തിനാ നീ അമ്മയോട് അങ്ങനെ പറയാൻ പോയത്? ഇതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ് എന്റെ വിഷ്ണു. കല്യാണം കഴിഞ്ഞ ഉടനെ സ്വർണ്ണം ഊരി വാങ്ങലും തൂക്കി നോക്കലൊക്കെ. എന്റെ അച്ഛനും അമ്മ എനിക്ക് സ്വർണ്ണം തന്നു വിട്ടതേ നമ്മുടെ ഫ്യൂച്ചറിലോട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാ. ഒന്നെങ്കിൽ നമുക്ക് ലോക്കറി കൊണ്ടുവയ്ക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിടാം. എന്തായാലും അമ്മയുടെ അലമാരയിൽ വെക്കാൻ പറ്റത്തില്ല. വിഷ്ണുവോട് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞിങ്ങനെ സമയം കളയാതെ വന്നതാ, കുറച്ചു നേരം എന്റെ അടുത്തോട്ടിരിക്കെ. മോനെ വിഷ്ണു, വാതിൽ തുറക്കടാ. ഈ അമ്മ എന്താ ഈ നേരത്ത്? നീ ഒന്ന് ചെന്നാ വാതില് തുറന്നേ. ആ, വാതിൽ തുറന്നോ? ഏത് നേരം ഈ റൂമിന്റെ അകത്തോട്ട് കയറി ഇരിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? അപ്പുറത്തേക്ക് ആൾക്കാരുള്ളതാ, അവരെന്ത് വിചാരിക്കും? ഇറങ്ങി വരുന്നുണ്ടോ പുറത്തോട്ട്? മറ്റുള്ളവരെന്ത് വിചാരിക്കാനാ? ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അല്ലാതെ കാമുകി കാമുകന്മാരൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ നിനക്കൊരു തർക്കുത്തരം. ഓ, പെങ്കോന്തൻ. എന്താ വിഷ്ണു അമ്മ ഇങ്ങനെ? പ്രായമായ ആൾക്കാരല്ലേ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നീ ഇങ്ങ് വന്നേ. മനുമോൻ കഴിച്ച പ്ലേറ്റ് ആയിരിക്കുന്നത്. മണിക്കൂർ 1 ആയി. നിനക്ക് ഇതുവരെ ഈ പ്ലേറ്റ് ഒന്നും കൊണ്ടേ കഴുകി വെക്കാൻ പറ്റാത്തത്ര ഇവിടെ എന്ത് ജോലി ഹിമയുള്ളത്? അമ്മേ, മനുവേട്ടൻ കഴിച്ചിട്ട് പോയത് ഞാൻ കണ്ടില്ലായിരുന്നു. പാത്രം കഴുകാതെ വെച്ചിട്ട് പോയതാന്ന് ഞാൻ അറിഞ്ഞില്ല അമ്മേ. അമ്മ എന്തിനാ ചേച്ചീനെ വഴക്ക് പറയുന്നത്? അമ്മ 1 മണിക്കൂർ ആ പ്ലേറ്റിലോട്ട് നോക്കിയിരുന്ന സമയമൊന്നും വേണ്ടല്ലോ ആ പ്ലേറ്റ് ഒന്ന് എടുത്ത് കഴുകി വെക്കാൻ. ഭർത്താവ് കഴിച്ച പ്ലേറ്റേ ഭാര്യ തന്നെ കഴുകണം, അതാ ഇവിടുത്തെ നിയമം. വന്ന് കയറിയല്ലേ ഉള്ളൂ, പോകെ പോകെ എല്ലാം അങ്ങ് മനസ്സിലായിക്കോളൂ. ഭർത്താവ് കഴിച്ച പ്ലേറ്റ് ഭാര്യ തന്നെ കഴുകണം എന്ന് എന്താ ഇത്ര നിർബന്ധം? ഭർത്താവ് കഴിച്ച പ്ലേറ്റ് ഭർത്താവിനെ കഴുകിയാൽ എന്താ കുഴപ്പം? കൈക്ക് എന്തെങ്കിലും പറ്റുമോ? ഈ കുടുംബത്തിലാണെങ്കിലേ ഞാൻ അടുക്കള കയറ്റിയിട്ടുമില്ല, ഇനി കയറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ നിയമം എല്ലാവർക്കും ബാധകമാ. ഓ, വല്ലാത്തൊരു റൂള് തന്നെ എന്റെ പൊന്നോ.
ഇത്രയും തുണി എന്തിനാ ചേച്ചി ഈ കല്ലിലിട്ട് അലക്കാൻ പോകുന്നത്? കുറെ തുണിയുണ്ടല്ലോ, അമ്മയുടെ അടിപ്പാവാട വരെ ഉണ്ടല്ലോ ചേച്ചി. മെഷീനിലിടാൻ അമ്മ സമ്മതിക്കാറില്ല. അഴുക്ക് പോവില്ലെന്ന് അമ്മ പറയാറ്. പിന്നെ മെഷീനിലിട്ട് കഴുകിയ കറണ്ട് ബില്ല് കൂടുമെന്ന് എപ്പോഴും പറഞ്ഞ് വഴക്ക് കൂടും. അവരുടെ തുണി അവർക്ക് അലക്കിയാൽ എന്താ കുഴപ്പം? കൈക്കും കാലിനും തളർവാദം വന്ന് കിടപ്പൊന്നുമല്ലല്ലോ. അവരിങ്ങനെ ചുമ്മാ ഇരുന്ന പിത്തം വന്ന് ചാവുള്ളൂ. ചേച്ചി അത് മെഷീനിൽ കൊണ്ടിട്, ഞാനും വരാം. അല്ല, ഇതെന്താ പുതിയ ശീലങ്ങളൊക്കെ? മെഷീനിൽ തുണിയിടാൻ നിന്നോട് ആരടി പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. ഓ, നീയാണോ പറഞ്ഞത്? വന്നു കയറിയവരെ സ്ഥാനത്ത് നിന്നാ മതി, അല്ലാതെ കൂടുതൽ ഭരണം നടത്താൻ വരണ്ട. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ആൾക്കാരുണ്ട്. എങ്കിൽ പിന്നെ ഇവിടെ അമ്മയും തീരുമാനങ്ങൾ എടുക്കരുത്. ഞങ്ങളെപ്പോലെ തന്നെ അമ്മയും ഇവിടെ വന്നു കയറിയ സ്ത്രീയല്ലേ. പിന്നെ ഞങ്ങളിവിടെ വന്നു കയറിയതേ നിങ്ങളുടെ രണ്ടു മക്കളുടെയും ഭാര്യമാരായിട്ടാ, അല്ലാതെ വേലക്കാരികളായിട്ടല്ല. പിന്നെ നിങ്ങളുടെ മക്കൾക്ക് എടുത്താ പൊങ്ങാത്ത കറണ്ട് ബില്ല് വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ഞങ്ങൾ അടച്ചോളാം. എന്താ എന്താ അമ്മ ഇവിടെ ഒരു ബഹളം? കേട്ടോടെ മോനെ, ഇവളുടെയൊക്കെ അഹങ്കാരം കണ്ടോ? ജോലിയുള്ളതിന്റെ ഹുങ്കാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, കെട്ടിക്കൊണ്ടു വന്ന പെണ്ണുങ്ങളെ ജോലിക്കൊന്നും വിടാതെ അടുക്കളപ്പണിക്ക് നിർത്തണമെന്ന്. ഓ, ഇവനോടൊക്കെ എത്ര പറഞ്ഞാൽ എന്താ കാര്യം? അതിന്റെ നെകളിപ്പ് ദേ കാണേണ്ടി വരും. ഇപ്പൊ കണ്ടില്ല, എന്റെ നെഞ്ചത്തോട്ടാ ഇവരുടെ നെകളിപ്പ് മൊത്തം. ദേ, രണ്ടുപേരോട് ഞാൻ പറയാ, മര്യാദയ്ക്ക് ഭാര്യമാരെ അടുക്കളപ്പണി ചെയ്ത് ഇവിടെ ജീവിച്ചോളാൻ പറഞ്ഞോണം നിങ്ങളൊക്കെ. എന്റെ അമ്മയൊന്നും മിണ്ടാതിരി. അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, ഒന്ന് പോയേ. ഓഹ്, എന്റെ ദൈവം, ഇങ്ങനെ രണ്ട് പെൺകോന്തന്മാര് ഭാര്യമാരെ കണ്ടപ്പോ അമ്മമാരുടെയൊക്കെ തനി സ്വഭാവം കണ്ടില്ലേ? ഓ, കലി കാലം, ഞാനിതൊക്കെ ആരോട് പറയാം? ഇതെന്താ വിഷ്ണു, നീ കഴിച്ച പ്ലേറ്റ് എടുത്തോണ്ട് എങ്ങോട്ടേക്കാ പോകുന്നത്? നീ ആ പാത്രം എവിടെ വെച്ചേ? നിന്റെ ഭാര്യ എവിടെ? ഞാനിവിടെ ഉണ്ടമ്മേ. എന്തു പറ്റി? അടുക്കളപ്പണി എടുക്കാനല്ല ഞാൻ എന്റെ മക്കളെ വളർത്തി വലുതാക്കിയത്, അതിനല്ല അവരെ കല്യാണം കഴിപ്പിച്ചതും, അതിനാ നിങ്ങളെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്. പുതിയ ശീലങ്ങളൊന്നും നിങ്ങളായിട്ട് ഇനി ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആണായാലും പെണ്ണായാലും കഴിച്ച പാത്രം കഴുകി വെക്കുന്നോണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. അതൊരു അന്തസ് കുറവല്ലമ്മേ. എച്ചിൽ പാത്രം മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് അന്തസ്സില്ലായ്മ. അറ്റ്ലീസ്റ്റ് അവരുടെ സ്വന്തം കാര്യമെങ്കിലും തന്നെ ചെയ്യാനുള്ളതൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. അതാ വേണ്ടത്. എന്താ വിഷ്ണുവിന് കഴിച്ച പാത്രം കഴുകി വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? അമ്മ ഓരോ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ ഓ, നോക്കി. പാത്രം എടുത്തോണ്ട് പോണം നോക്ക്. ഓ, ഇത് ഇങ്ങനെ ഒരു പെങ്കോന്തൻ. ഇവനെയൊക്കെ ഇങ്ങനെയാണോ ഞാൻ വളർത്തിയത്? എന്റെ മോനാണോ ഇവനൊക്കെ? അതിന് അവള് പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റ്? അടുക്കളപ്പണി ചെയ്താൽ ആണത്തം നഷ്ടമാവുന്ന അമ്മയോട് ആരാ പറഞ്ഞത്? അമ്മക്ക് ഇനി എന്നാ ഒരു ബോധം വെക്കുന്നത്? ഓ, നീയൊക്കെ എന്റെ മോൻ തന്നെയാണോടാ? നിന്നെയൊക്കെയാണോ ഞാൻ വളർത്തി വലുതാക്കിയത്? ആയിക്കോ, എന്താന്ന് വെച്ചാൽ ആയിക്കോ, രണ്ട് പെങ്കോന്തന്മാര്. എന്നാലും എന്റെ തനു, അമ്മയുടെ പത്തി ഇത്ര വേഗം താഴുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അവരെ ഇങ്ങനെ വിഷസർപ്പാക്കിയത് ചേച്ചി കൂടിയാ. ചേച്ചി കൂടി ഇതിന് വളം വെച്ച് കൊടുത്തിട്ടല്ലേ. ഇക്കാലത്ത് നല്ല അമ്മായിമ്മമാരില്ലെന്നല്ല, അത് വെറും 10% മാത്രമേ കാണുള്ളൂ. ബാക്കി 90% എന്തേ ഇതേപോലെയായിരിക്കും. ഇനി നമ്മളൊക്കെ അമ്മായിമ്മമാരായിട്ട് വേണം മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണാനും കൂട്ടുകാരൊക്കെ ആവാനും. ഒരു കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് പെണ്ണുങ്ങളുടെ സ്വപ്നമൊന്നും ഇല്ലാതാവുന്നില്ല ചേച്ചി. എന്തിനാ അങ്ങനെ അടിമയായിട്ട് ജീവിക്കുന്നത്? അമ്മായിമ്മയുടെ അടിമയായിട്ട് ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്ത്. ഇപ്പൊ ഈ നിമിഷം തൊട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. നമുക്കിനി ഇവിടെ ഒരു ടോക്സിക് ഫാമിലി വേണ്ട, അല്ലേ ചേച്ചി?